പഹൽഗാം ആക്രമണത്തിൽ രാജ്യം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒരു പറ്റം മനുഷ്യരുടെ മുഖം ഇപ്പോഴും മായാതെ നിൽക്കുകയാണ് നമ്മുടെ മുന്നിൽ. മുസ്ലിം നാമധാരിയായിരുന്നിട്ടും തീവ്രവാദികളുടെ മുന്നിൽ നിന്ന് ജീവൻ രക്ഷിക്കാനാകുന്ന സാഹചര്യത്തിലും സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കുതിരസവാരിക്കാരൻ കൊല്ലപ്പെട്ടത് എങ്ങനെയായിരുന്നു? സ്വജീവൻ നൽകി രക്തസാക്ഷിയായത് ആർക്കു വേണ്ടിയായിരുന്നു? ഇന്ത്യ രാജ്യം മുഴുവൻ ഇന്നീ ഉമ്മയുടെ നിലവിളി അലയടിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയായ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് എങ്ങനെയായിരുന്നു? സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസ്രൻ വാലിയിലെ കുതിരസവാരിക്കാരനായിരുന്നു ആദിൽ. വിനോദസഞ്ചാരികളെ സവാരിക്ക് കൊണ്ടുപോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരൻ. സയ്യിദിന് അവന്റെ കൂടെയുണ്ടായിരുന്ന സഞ്ചാരികൾ ഒരു വരുമാന മാർഗം എന്നതിനപ്പുറം അവന്റെ ഗ്രാമത്തിലേക്ക് വന്ന അതിഥികൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സന്തോഷം മാത്രം പെയ്തിറങ്ങിയ താഴ്വരയിൽ അപ്രതീക്ഷിതമായി വന്ന ഭീകരാക്രമണത്തിൽ ആദിലിന് സ്വജീവൻ ബലി നൽകേണ്ടി വന്നത്. വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ വന്ന തീവ്രവാദികൾ കാഴ്ചയിൽ തന്നെ കശ്മീരി മുസ്ലിം യുവാവാണെന്ന് മനസ്സിലാക്കിയ ആദിലിനെ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടു. എന്നാൽ ഒരു ഭീകരൻ താൻ സവാരി കൊണ്ടുപോയ ടൂറിസ്റ്റുകളെ മുസ്ലിം അല്ല എന്ന് തിരിച്ചറിഞ്ഞ് വെടിവെക്കാൻ ശ്രമിക്കവേ അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആദിലിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഭീകരന്റെ റൈഫിൾ തട്ടിമാറ്റി അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും മറ്റൊരു ഭീകരൻ ആദിൽ ഹുസൈൻ ഷായ്ക്കു നേരെ വെടിയുതിർത്തു കഴിഞ്ഞിരുന്നു. വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ ഭീകരന്മാരോട് പൊരുതാൻ ധൈര്യം കാണിച്ചത് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു. ആദിലിനെ പോലെ ആക്രമിക്കപ്പെട്ടവരെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തിയ കശ്മീരികൾക്ക് മതം പരിഗണനാ വിഷയമായിരുന്നില്ല. ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ സഹോദരന്മാരാണെന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് ആദിലും കൂടെയുണ്ടായിരുന്ന ഓരോ കശ്മീരികളും. രക്ഷിച്ചവർക്ക് രക്ഷപ്പെട്ടവരുടെയോ രക്ഷപ്പെട്ടവർക്ക് രക്ഷിച്ചവരുടെയോ പേരറിയില്ല. മനസ്സിൽ മതത്തിന്റെ കലർപ്പില്ലാത്ത കശ്മീർ യുവാവ് ആദിലിന് കൂടെയുണ്ടായിരുന്നവർ അവന് ഭായ് സാബും ആദിൽ അവർക്ക് സഹോദരനുമായിരുന്നു. അവരെല്ലാം ഇന്ത്യയിൽ പിറന്നു വീണ സഹോദരങ്ങളായിരുന്നു. ശ്രിന്ദി പ്രദീപ്, കൈരളി ന്യൂസ്.